2025 9-ാം മാസം 22-ാം തീയതി മുതൽ GST ചേഞ്ച് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ GST ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുക, ബൾക്കായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതും 1-to-1 ഐറ്റം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ ചേർന്നുള്ളൊരു വീഡിയോ ആണ് ഈ വരുന്നത്. ഞാൻ ആദ്യം ഒരു പ്രോഡക്റ്റ് മാത്രമായിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് പ്രത്യേകിച്ച് നമ്മൾക്ക് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിലേക്ക് പോവുക, അവിടുന്ന് ആ ഐറ്റം റിട്രീവ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. 40 ഇഞ്ച് ഒരു ഫുൾ HD ഒരു TV-യുടെ ആണെന്ന് വിചാരിക്കുക. ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ 28% എന്ന് പറഞ്ഞ ടാക്സ് ഇവിടെ കാണുന്നുണ്ട്. അത് ഇൻവേർട്ട് ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്ത് അതിപ്പോൾ 18%ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 18 ആക്കുന്നു, സേവ് ചെയ്യുന്നു. ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും. ഈ ഓപ്പണിംഗ് GST റേറ്റ് എന്ന് പറയുന്നത് മാറ്റേണ്ട ആവശ്യമില്ല. ഈ ഇൻവേർട്ട് GST മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഔട്ട്വേർഡ് GST മാറിക്കോളും. ഇത് രണ്ടും മാറുന്നുണ്ടല്ലോ എന്ന് ശ്രദ്ധിക്കുക. ദെൻ സേവ് ചെയ്യുക. ഇത് 1-to-1 ഓരോ ഐറ്റമായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ പറയുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് പ്രൈസ് അപ്ഡേറ്റ് ആവില്ല. ആ പ്രൈസ് നിങ്ങൾ മാനുവലി തന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ സിംഗിൾ ബാച്ചുള്ള ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈസ് ചേഞ്ചിൽ പോയിട്ട് അത് പ്രൈസ് ചേഞ്ച് ചെയ്യുക. നോ ബാച്ച് ഐറ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ റീറ്റെയിൽ പ്രൈസിനെ ബേസ് ചെയ്ത് ബാർകോഡ് എടുത്തിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബാർകോഡ് മാറ്റി ഒട്ടിക്കേണ്ടി വരും. ബാച്ച് മാറും, അപ്പോൾ ആ ബാർകോഡ് മാറ്റി ഒട്ടിക്കേണ്ടി വരും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബൾക്കായിട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക കാണിക്കാം. അതിന് മാസ്റ്ററിൽ ബൾക്ക് അപ്ഡേറ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതിലേക്ക് പോവുക. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വിൻഡോ ആണ്. കാര്യം ഓരോന്നായിട്ട് മാറുകയല്ല ചെയ്യുന്നത്, ഒരുമിച്ച് എല്ലാ പ്രോഡക്റ്റും കൂടെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഇത് ചെയ്യാനുള്ളത്. ഈ മുകളിൽ ബ്ലൂ കളറിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് ഫിൽറ്ററാണ്. നമുക്കൊരു കാറ്റഗറിയിലുള്ളത് മാത്രം മാറ്റണം, ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജിലുള്ളത് മാത്രം വേറൊരു പെർസെൻറ്റേജിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഒരു HSN-ലുള്ളത് മാത്രം വേറൊരു HSN-ലേക്ക് ആക്കണം. അങ്ങനെയൊക്കെ വരുന്ന സിനാരിയോസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാറ്റഗറി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രീ വ്യൂ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആണെങ്കിൽ ട്രീ വ്യൂ സെലക്ട് ചെയ്തിട്ട് ഇവിടെ റിഫ്രഷ് ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. റിഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഫില്ലാവും. ഇനി അതെല്ലാം നമുക്ക് കാറ്റഗറി ബേസ് ചെയ്തിട്ടല്ല, ഇപ്പോൾ ഒരു ടാക്സ് പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ 28% എല്ലാം കൂടെ ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ 28 കൊടുക്കുക, റിഫ്രഷ് ചെയ്യുക. അപ്പോൾ 28% എല്ലാ ഐറ്റംസും ഇവിടെ ഫില്ലാവും. ഇനി നമുക്ക് ട്രീ വ്യൂവിനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ട്രീ വ്യൂവിൽ 28% ഉള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഫില്ലായി. ഇപ്പോൾ നമുക്ക് ഈ ഐറ്റംസിന് 18%ലേക്കാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഈ ബ്ലൂ കളറിൻ്റെ തൊട്ട് താഴെ കാണുന്ന ചന്ദന കളറിൽ കാണുന്ന ആ സ്ഥലത്തുള്ള പോർഷനിൽ GST സെലക്ട് ചെയ്യുക, അവിടെ 18% ആക്കുക. ദെൻ നമുക്കത് ഏതൊക്കെ ഐറ്റത്തിനാണ് മാറുന്നതെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ കൊടുക്കുമ്പോൾ ഈ ലിസ്റ്റിനകത്ത് അത് അപ്ഡേറ്റ് ആവും. ഇതിപ്പോൾ ശരിക്കും ഡേറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല, ഇതിൻ്റെ ടാക്സ് മാറിയിട്ടില്ല, പ്രിവ്യൂവിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രീ വ്യൂവിൽ കിടക്കുന്ന 28% ടാക്സ് വന്നിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ 18%ലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഇത്രയും കണ്ടപ്പോൾ നമുക്ക് തോന്നിയതല്ല, നമുക്ക് ഏതെങ്കിലും ഇതിൻ്റെ അകത്ത് ഈ ഗ്രൂപ്പ് മാറി കിടക്കുന്ന ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് 18 അല്ല, അതിന് 5 ഉള്ളൂ, അല്ലെങ്കിൽ അത് 28 തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇത്രയും ഒരു ഫുൾ സെറ്റായിട്ട് ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇത് മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിലനിർത്താം. അങ്ങനെയും ചെയ്യാം. ദെൻ ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ഈ ഒരു യെല്ലോ കളർ കാണുന്ന ഈ പോർഷനിൽ നമുക്കിതിൻ്റെ പ്രൈസ് ഏതൊക്കെ പ്രൈസാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷനാണ്. നമുക്ക് റീറ്റെയിൽ പ്രൈസ് ഉണ്ട്, ഹോൾസെയിൽ പ്രൈസ് ഉണ്ട്, കോസ്റ്റ് പ്രൈസ് ഉണ്ട്, സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്, MRP ഉണ്ട്. MRP യൂഷ്വലി പ്രിൻറ്റഡ് MRP ആയിരിക്കും, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MRP മാറ്റണ്ട എന്നുള്ളവർക്ക് അത് ടിക്ക് ചെയ്യാതിരിക്കാം. ഏതെങ്കിലും ഒരു പ്രൈസ് മാത്രം മാറ്റി, ഇപ്പോൾ റീറ്റെയിൽ പ്രൈസ് മാത്രം കൊടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മാത്രം വേണമെങ്കിലും ടിക്ക് ചെയ്യാം. ഇത് കൊടുത്തിട്ട് അപ്ലൈ ചേഞ്ചസ് ആണ് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് കൺഫേം ആക്കി, നമ്മൾ ഈ ഒരു ഗ്രൂപ്പിലുള്ള സാധനമാണ്, അതിൻ്റെ റീറ്റെയിൽ പ്രൈസും ടാക്സ് മാറിയതിനനുസരിച്ചിട്ട് കുറയണം എന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അപ്ലൈ ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മെസ്സേജ് കാണിക്കും. ഇത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ക്ലയൻറ്റ് സിസ്റ്റത്തിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെർവർ സിസ്റ്റം അല്ല. ബാക്കപ്പ് എടുക്കുക എന്ന് പറയുന്നത് വളരെ കമ്പൽസറിയാണ്. അതുകൊണ്ട് നിങ്ങൾ സെർവറിൽ പോയി ഒരു ബാക്കപ്പ് എടുത്തതിന് ശേഷം മാത്രം ഈ പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണിക്കും. അത് നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് ചോദിക്കുന്നത് ബാക്കപ്പ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ എന്ന് ചോദിക്കും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പ്രൊസീഡ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. ബാക്കപ്പ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളവിടെ നോ കൊടുക്കുക. നോ കൊടുത്തിട്ട് ഈ പ്രോസസ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് സെർവറിൽ പോയി ബാക്കപ്പ് കൊടുത്തിട്ട് മാത്രം ഇത് ചെയ്യുക. കാര്യം ഇത് GST ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പോകുന്നത്, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഡേറ്റാസ് നമുക്ക് ഫർദർ എടുക്കേണ്ടി വരാറുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ബാക്കപ്പ് കമ്പൾസറി ആയിട്ട് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ വരെയുള്ളത്
ബാക്കപ്പ് എടുത്തു എന്ന് വിചാരിച്ച് പ്രൊസീഡ് ചെയ്യാം. അപ്ലൈ ചേഞ്ചസ്, ഇത് ഓക്കെ കൊടുത്തു. ബാക്കപ്പ് എടുത്തു എന്ന് ചോദിച്ചു, ഞാൻ യെസ് കൊടുത്തു. യെസ് കൊടുക്കുമ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും, ആർ യു ഷുവർ യു വാണ്ട് ടു റീസെറ്റ് സെലക്റ്റഡ് പ്രൈസസ്, ഇഫ് ഓൺസ് ചേഞ്ച് യു കനോട്ട് റിവേഴ്സ്. താഴെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ മെസ്സേജ് വരിക. നിങ്ങൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൈസ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അത് ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ്. ദെൻ ഒരു തവണ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാര്യം, ഇത് ഒരു തവണ നമ്മൾ ടാക്സ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്കത് ഏതൊക്കെ ഐറ്റമാണ് മുമ്പത്തെ ടാക്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇതും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഇതിൻ്റെ ടാക്സ് ഇപ്പോൾ ഡേറ്റാബേസിൽ റീസെറ്റായി. ഈ ഐറ്റത്തിൻ്റെ എല്ലാം പ്രൈസും 28% നിന്ന് 18% പോയപ്പോൾ ഉണ്ടായ 10% കുറവ് നമ്മുടെ റീറ്റെയിൽ റേറ്റിൽ അപ്ലൈ ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രൈസ് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ബില്ലിങ് ചിലപ്പോൾ രാവിലെ തന്നെ തുടങ്ങാൻ പറ്റിയില്ല, കുറച്ച് താമസിച്ചാൽ പോലും ഈ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് GST ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ക്ലെയിം എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇതിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുക, എന്നിട്ട് ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു നോർമൽ പ്രോസസ്സ്. ഇത് നമുക്ക് പല പർപ്പസിനും യൂസ് ചെയ്യുന്നൊരു വിൻഡോ ആണ്. നമുക്ക് HSN ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഇത് GST അപ്ഡേഷന് മാത്രം ആയിട്ട് കാണുക. 2025 9-ാം മാസം